ഒരു സ്ഥാപനത്തിൽ 50 പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 10 പേർക്കോ 12 പേർക്കോ മാത്രം ESIയോ PFO കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നത്. അധികം ആർക്കും PFും ESIയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ലേബർ ഓഫീസർമാരൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പല സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. PF കൊടുക്കാത്ത നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തുമുണ്ട്. ജീവനക്കാർക്ക് PF കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ESI ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുക. എന്നാൽ ഇത് അന്വേഷിക്കാൻ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥരെത്തിയാൽ അവർ ഈ ജീവനക്കാരോട് കാര്യങ്ങളെല്ലാം തിരക്കി അന്വേഷിച്ച ശേഷം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് മടങ്ങും. ഈ മടങ്ങുന്നതല്ലാതെ പിന്നീട് ഒരു ശരിയാക്കലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പല സ്ഥാപനങ്ങളിലും ജീവനക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പല സ്ഥാപന ഉടമകളും തയ്യാറാകുന്നില്ല. എന്നാൽ അതിന് വേണ്ട നടപടികൾ എടുക്കാൻ ബന്ധപ്പെട്ട ലേബർ ഓഫീസർമാരും തയ്യാറാകുന്നില്ല. ലേബർ ഓഫീസർമാർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് തൊഴിലുടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മാത്രമല്ല, തൊഴിലാളികളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിനാണ്. എന്നാൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ ചുമ്മാ വാക്കുകൾ കൊണ്ട് ചോദിച്ചറിയുകയും തൊഴിലുടമകൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടാണ് പല ലേബർ ഓഫീസർമാർക്കും ഉള്ളതെന്ന് തോന്നിപ്പോകും. പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി അവിടുത്തെ പല ലേബർ ഓഫീസർമാർ പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി തൊഴിലാളികളോട് കാര്യങ്ങൾ ചോദിക്കുകയും അതിനുശേഷം മുതലാളിമാരെ കണ്ട് അവർ കൊടുക്കുന്ന പൈസ വാങ്ങി പോക്കറ്റിലിട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഇതിനൊക്കെ ഒരു പോംവഴി ഉണ്ടാകാതെ കേരളത്തിലെ തൊഴിൽ മേഖലകൾ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സർക്കാർ കൊടുക്കുന്ന പല ആനുകൂല്യങ്ങളും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.